ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാലക്കറിയാണ്. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം പെരുംജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കിതിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത പനീറിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ തക്കാളിയുടെയും സവാളയുടെയും അരപ്പ് മസാല റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. നമ്മുടെ മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ 5-6 നട്ട്സ് കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു കടായിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. നെയ്യ് ചൂടായതിനു ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോൾ നന്നായി കുറുകും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.